ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവവചനവുമായി കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലിരിക്കുവാനായിട്ട് ദൈവം ഒരിക്കൽ കൂടി തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ആധാരമാക്കിയാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ വരുന്നു. നിൻ്റെ വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സുകൾ തുറക്കുകയും ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ആരാണെന്നും അവിടുത്തെ പ്രവർത്തനം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയ ഉണർവും ദൈവിക മാറ്റവും ഉണ്ടാകുവാൻ കൃപ തോന്നണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ പലരും പിതാവായ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും കുറിച്ച് അറിയുന്നു. എല്ലാവർക്കും പിതാവിനെ പറ്റി അറിയാം, യേശു ക്രിസ്തുവിനെ പറ്റിയും വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ഒരു ധാരണയില്ല. ചിലർ അവനെ ഒരു ശക്തിയായി മാത്രം കരുതുന്നു, വെറും ഒരു അത്ഭുത ശക്തിയായിട്ട് മാത്രം കരുതുന്നു. മറ്റു ചിലർ ഒരു വികാരമായി അല്ലെങ്കിൽ അതൊരു അനുഭവമാണെന്ന് കരുതുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ദൈവത്തിൻ്റെ വ്യക്തിത്വമുള്ള മൂന്നാം വ്യക്തിയാണ് എന്നതാണ്. പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനാവില്ല. നമുക്കൊരിക്കലും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ വ്യക്തമായി അറിയണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്, ആശ്വസിപ്പിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്, വിശുദ്ധീകരിക്കുന്നത്. നമുക്ക് ഒരു വചനം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്ന് നാം പരിശുദ്ധാത്മാവ് ആരാണെന്ന് വചനങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ
ആദിയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. സൃഷ്ടിയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 3-4 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് വരും, പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ്. അനന്യാസിനെയും സഫീറിനെ പറ്റി പരാമർശമുള്ള ഒരു വചനഭാഗമാണ്, നമുക്കറിയാമല്ലോ. 5-ാം അധ്യായം 3-4 വചനങ്ങൾ നമുക്ക് വായിച്ചേക്കാം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചത് എന്തിനാണെന്ന് ആദ്യമേ പറഞ്ഞിട്ട് പിന്നെ പറയും, നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് കള്ളം പറഞ്ഞതെന്ന്. മനുഷ്യരോടല്ല, ദൈവത്തോട് തന്നെയാണ് നീ കള്ളം പറഞ്ഞത്. ഇവിടെ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞത് ദൈവത്തോട് കള്ളം പറഞ്ഞതിന് തുല്യമാണ്. അതാണ് അവിടെ വിശുദ്ധ വചനങ്ങൾ നമ്മളോട് പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് കള്ളം പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് തന്നെയാണ് കള്ളം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് പ്രിയമുള്ളവരെ? പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? നമ്മൾ ദൈവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയും സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം എന്ന് നമ്മൾ പറയും. നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുവാനുള്ളത്. നമുക്ക് വചനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1 കൊരിന്ത്യസ് 2-ാം അധ്യായം 10-ാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. കണ്ടോ, ആത്മാവ് സകലത്തെയും ആരാഞ്ഞറിയുന്നു. അതാണ് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അതേ സ്വഭാവമാണ് പരിശുദ്ധാത്മാവിനും ഉള്ളത് എന്ന് നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമുക്ക് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയല്ലേ സർവശക്തനായ ദൈവം എന്ന്. സർവശക്തനായ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് മനസ്സിലാകും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനത്തിലൂടെ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിലൂടെ വചനമായിട്ട് നമുക്ക് പരിശുദ്ധ മറിയത്തിലൂടെ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി, അതാണ് സർവശക്തനാണ് പരിശുദ്ധാത്മാവ്. പുത്രൻ ഭൂമിയിലേക്ക് ഉരുവാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പിതാവിൻ്റെ ആ ഒരു ഇച്ഛ ഉണ്ടായിരുന്നല്ലോ, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും എന്നുള്ള ആ വാഗ്ദാനം പരിശുദ്ധാത്മാവിലൂടെ പുത്രനായിട്ട് ജനിക്കുകയാണ്. അത്ഭുതകരമായ വചനങ്ങളാണ് പ്രിയമുള്ളവരെ. സർവശക്തനാണെന്ന് നമുക്ക് ലൂക്കാ സുവിശേഷകൻ്റെ 1-ാം അധ്യായം 35-ാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. സർവവ്യാപിയാണ് പരിശുദ്ധാത്മാവ്. സങ്കീർത്തനം 139-7 നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നു. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് ഓടും എന്നുള്ള ചോദ്യത്തിനാണ്. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്.
പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ, സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നമുക്ക് എന്താണ് പ്രിയമുള്ളവരെ മനസ്സിലാകുന്നത്? സർവ്വവ്യാപിയാണ്, എവിടെയും എല്ലായിടത്തും ഉള്ള പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒളിച്ച് നമുക്ക് എവിടേക്കും പോകാൻ പറ്റത്തില്ല, നമ്മൾ എവിടെയും ഓടി ഒളിക്കാനും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ മറച്ചു നിർത്തിക്കൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്കിപ്പോൾ കിട്ടിയല്ലോ പ്രിയമുള്ളവരെ. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ആ വിധം അത്ഭുതകരമായ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ പരിശുദ്ധാത്മാവിനെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ്? നമ്മൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല. കുറേ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല. അവിടുന്ന് വികാരങ്ങളുള്ള, ഇച്ഛയുള്ള, ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. ബൈബിൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ട്. അവിടെ എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനായിട്ടും പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹം തോന്നും. പിതാവ് എങ്ങനെയുള്ളവനാണെന്ന് നമ്മളെ പഠിപ്പിച്ചതാരാണ്? യേശു ക്രിസ്തുവാണ്. പിതാവ് സ്നേഹമാണെന്ന് നമ്മളെ പഠിപ്പിച്ചതാരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പം യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സും പഠിപ്പീരുകളൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് ആരാണ്? നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്, അവൻ വരുമ്പോൾ, കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അവിടുന്ന് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവമാണ്. അത് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് വെറും നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, യേശുക്രിസ്തു എന്താണ് നമ്മളോട് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തരിക മാത്രമല്ല, നമ്മളോട് സംസാരിക്കുകയാണ്. ആരെ എന്തിന് വേർതിരിക്കണം? നമ്മൾ കൂട്ടായ്മയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ പല പല ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആര് ഏത് ശുശ്രൂഷയിലാണ് ഇരിക്കേണ്ടത്, ആരെന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്കത് ഇനി ഗ്രഹിക്കാൻ പറ്റാത്തത്രയും അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ കാൽവറി പ്രെയർ ഫെലോഷിപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറേ പേര് അനുഭവിച്ചേക്കുമാണ്. നമ്മൾക്കറിയാതെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതെന്ന്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമോ? പരിശുദ്ധാത്മാവിന് ഫീലിങ്സ് ഉണ്ടെന്ന്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അത് എഫേസ്യർ 4:30 വചനം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് എപ്പോഴാണ് ദുഃഖിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി നമ്മൾക്ക് മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പം നമ്മളുടെ പ്രവൃത്തികൾ വചനവിരുദ്ധമാകുമ്പോൾ, വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആരാണ് ദുഃഖിക്കുന്നത്? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഫേസ്യരോട് പറയുകയാണ്, പ്ലീസ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ളത്. അതുപോലെ തന്നെ
നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവാൽ നടത്തുന്ന ഏവരും, ദാറ്റ് മീൻസ് നമ്മൾ നയിക്കപ്പെടുന്നത് ദൈവാത്മാവിലാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഒരു ശക്തിക്കും ദുഃഖിക്കാനോ ഇല്ലെങ്കിൽ സംസാരിക്കാനോ കഴിയില്ല. ചിലർ പറയല്ലേ അതൊരു ശക്തി മാത്രമാണ്, അതൊരു വികാരം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അതിനാൽ പരിശുദ്ധാത്മാവ് വ്യക്തിത്വമുള്ള ഒരു ദൈവമാണ്, വ്യക്തിത്വമുള്ളവനാണ്. അല്ലാതെ വെറും ഒരു ശക്തിയല്ല. ചിലർ പറയും ഒരു കാറ്റ് പോലെ ഇങ്ങ് വന്നു. പക്ഷേ നമ്മളിപ്പം വ്യക്തമായ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അതൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയും ആശ്വാസകനുമാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ സഹായിയും ആശ്വാസകനുമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരു കാര്യസ്ഥനെ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായിട്ട് യേശുതമ്പുരാൻ പറയുവാണ്, യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അവരുടെ അടുത്ത് വിളിച്ച് അവർ അനാഥരായി പോകാതിരിക്കുവാനായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ അല്പനേരം കഴിയുമ്പോൾ നിങ്ങളെന്നെ കാണുകയില്ല. പക്ഷേ അവർക്ക് സമാധാനത്തിനായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും എന്നുള്ള, ഞാൻ പോയാൽ മാത്രമേ സഹായകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ വരികയുള്ളൂ എന്ന് കൃത്യമായിട്ടും പറഞ്ഞ് നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടാണ് യേശുതമ്പുരാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ വരുമ്പോൾ നമുക്ക് എന്താണ് പ്രിയമുള്ളവരെ കിട്ടുന്നത്? പരിശുദ്ധാത്മാവ് ആശ്വാസകനാണ്, നമുക്ക് ആശ്വാസം തരുന്നവനാണ്, സഹായകനാണ്, നമുക്ക് ഉപദേശങ്ങൾ തരുന്നവനാണ്, നമ്മളുടെ കൂട്ടുകാരനാണ്. നമ്മളുടെ കൂടെ നടന്ന് മോനെ അതങ്ങനെയല്ല, അതിങ്ങനെ ചെയ്യണം, നീ അതിലേ അല്ല നടക്കേണ്ടത്, ഇതിലെയാണ് നടക്കേണ്ടത്. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് വ്യക്തമായ സമർപ്പണം എടുത്തവരാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അനേകം സാക്ഷികളെ കാണുന്നു. അവർ എന്തെങ്കിലും വഴി ശകലം മാറുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാക്ക് തെറ്റി പറയുമ്പോഴോ ഉടനെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉപദേശം, നീ ഇത് ചെയ്തത് ശരിയായില്ല. അത് ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരു ഹൃദയ തകർച്ച വരുന്നത്? എങ്ങനെയാണ്? ഒരു ചെറിയൊരു പാപത്തിൻ്റെ ഒരു അംശം വരുമ്പോഴത്തേക്കും ദൈവമേ തെറ്റിപ്പോയി, നിന്നോട് ഞങ്ങൾ പിഴച്ചുപോയി, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരണമേ എന്നുള്ള ആ ഒരു മാനസാന്തരം നമ്മൾക്ക് കിട്ടുന്നത് ഈ സഹായകനായ, ഉപദേശകനായ, നമ്മുടെ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉള്ളപ്പോഴാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 13-ാമത്തെ വചനം നമ്മൾക്ക് വായിച്ചു കേൾക്കാം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ അവൻ സകല സത്യത്തിലേക്കും, എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്നുള്ളത്, സത്യം എന്താണ്? സത്യം യേശുക്രിസ്തുവാണ്, അല്ലേ? അപ്പം യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ചത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം പിതാവിന് ആരാണെന്നും പുത്രൻ ആരാണെന്നും നമ്മൾക്ക് ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. താൻ കേൾക്കുന്നത് ആരാണ്? നമുക്ക് കൃത്യമായിട്ട് അറിയാം, യേശു തമ്പുരാനാണ് വചനമാകുന്ന ദൈവം.
വചനമാകുന്ന ദൈവം. നമ്മളത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. അപ്പം വചനം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് പ്രിയമുള്ളവരെ ദൈവവചനം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ദൈവത്തിലേക്ക്, ദൈവഹിതത്തിലേക്ക്, ദൈവത്തിൻ്റെ മനസ്സെന്താണ്, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ദൈവഹിതം എന്താണെന്ന് നമ്മളെ അറിയിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം പ്രിയമുള്ളവർ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മൾക്ക് വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോഴേ നിങ്ങൾ ശക്തി പ്രാപിക്കുകയുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന് സകല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി എല്ലാം നടന്നവർക്കും യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോഴത്തേനും ഇവർ പിന്നെയും ഭയമുള്ളവരായി. ശിഷ്യന്മാർ ഭയം നിറഞ്ഞവരായിരുന്നു. നമുക്കറിയാം ഇവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കണ്ടവരൊക്കെ പോയി പറഞ്ഞിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതുപോലെ നമുക്കറിയാം ഇവർ ചിലരൊക്കെ പഴയ തൊഴിലിലേക്ക് വിട്ട പടകിലേക്കും വലയൊക്കെ എടുത്ത് ഇവർ തിരിച്ചു പോയ വളരെ പേടിത്തൊണ്ടന്മാരായിരുന്നു. നമ്മുടെ ലോക്കൽ സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഭയന്നിരുന്നവരായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴോ യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം രക്തസാക്ഷി മരണം ഏറ്റവരാണ്. ആ ഒരു ധൈര്യം എവിടുന്ന് വന്നു പ്രിയമുള്ളവർ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയപ്പോഴാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ള അത്ഭുതകരമായ ഒരു അറിവ് നമ്മളെയും ധൈര്യപ്പെടുത്തും പ്രിയമുള്ളവരെ. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളുടെ കൂട്ടായ്മ ജീവിതത്തെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാം നമുക്ക് ഒരു കുഴപ്പവും വരികയില്ല. നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോവുകയില്ല. എന്തെങ്കിലും രോഗങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരികയില്ലെന്നല്ല. നമ്മൾ മാനസാന്തരപ്പെട്ട് സമർപ്പണം എടുത്ത് കൂട്ടായ്മയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെട്ടാലും നമുക്ക് ഈ ലോകപരമായ പല കഷ്ടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കടബാധ്യതകളൊക്കെ വരും. പക്ഷേ അതിലൊന്നും നമ്മളെ തളർത്തുവാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വളരെ സന്തോഷമുള്ള മുഖത്തോടുകൂടി, നമ്മൾ എത്രയോ സാക്ഷികളെ കാണുന്നു, രോഗാവസ്ഥയിൽ മരണാവസ്ഥയിൽ ഇരിക്കുകയാണ്, പക്ഷേ വളരെ സന്തോഷഭരിതരായി ധൈര്യമുള്ളവരായിരിക്കുന്നു. എങ്ങനെ? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവർ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഫലം ഉളവാക്കുന്നുണ്ട്. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അത് ഫലങ്ങൾ ഒന്നുണ്ടെങ്കിലും അത് ഒരു ഫലമാണ് പ്രിയമുള്ളവരെ. ഇറ്റ് ഈസ് 1 പാക്കേജ്. ഓക്കെ, അത് നമുക്കതിനെപ്പറ്റി ഒന്ന് വായിച്ചേക്കാം. എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ഫലമോ. ആത്മാവിൻ്റെ ഫലമോ. കണ്ടോ, ഫലങ്ങൾ എന്നല്ല പറയുന്നത്, ആത്മാവിൻ്റെ ഫലമോ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് കർത്താവ് വചനത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകും. ഇവ ആക്ച്വലി മനുഷ്യ ശ്രമം കൊണ്ട് ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. സ്നേഹമാകട്ടെ, സന്തോഷമാകട്ടെ, സമാധാനം, ഇതെല്ലാം നമ്മൾ ഈ പുസ്തകം വായിച്ചോ ഇല്ലെങ്കിൽ കുറേ ഒക്കെ ധനം സമ്പാദിച്ചോ ഒന്നും നമുക്ക് നേടാൻ പറ്റുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവ് ദാനമായിട്ട് നമുക്ക് തരുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ അടയാളമാണ് ഈ
ഫലം നമ്മൾ പുറപ്പെടുവിച്ചാൽ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെ അനുഭവിക്കാം പ്രിയമുള്ളവർ? പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാം എങ്ങനെയാണ്? യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ. യേശുവിൽ നമ്മൾ ദൃഢമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ യഥാർത്ഥമായ മാനസാന്തരം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലമുള്ളതാകുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. യഥാർത്ഥമായ ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്ന ഉയരണമേ പ്രാർത്ഥന അഖിലേശ എന്നൊക്കെ നമ്മൾ പാട്ടി കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ദൈവവചനം വായിക്കുവാനായിട്ടുള്ള കൃപ. നമ്മൾ ദൈവവചനം വായിക്കുന്തോറും നമ്മൾ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ദൈവവചനം വായിക്കാൻ തുടങ്ങിയാലും പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മിലേക്ക് ആവഹിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വചന വായനയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിന് കീഴടങ്ങാൻ പറ്റിയാൽ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയും ഇത് വേണ്ട മോനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡ എന്ന് പറയും അത് സാരമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആത്മാവ് എനിക്കൊരു നടത്തിപ്പ് തരുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ കീഴടങ്ങിയിരിക്കാൻ പോവുകയാണ് എന്നുള്ള നിങ്ങളൊരു തീരുമാനം എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദോഷികളായ നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കും. നമ്മൾ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല. അപ്പം ദോഷികളായ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ നല്ല പിതാവ്, നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് എത്രയധികം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് എങ്ങനെ തരും എന്നുള്ളതാണ് നമുക്ക് ആ വചനത്തിലൂടെ വായിച്ചു കേട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു ദൂരസ്ഥ ശക്തിയല്ല. നമ്മൾ ഓർക്കുകയല്ല അത് ആരോടൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന പോലെയല്ല. അത് ജീവനുള്ള ദൈവം തന്നെയാണ്, ദൈവ സാന്നിധ്യമാണ്. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ നയിക്കുന്ന ദൈവമാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ സ്വയം ചോദിക്കണം, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ടോ? അവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം അവിടുത്തെ ശബ്ദത്താൽ നയിക്കപ്പെടുവാനായിട്ട് ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് നാം ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ഈ ചിന്തകളെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് സമാപിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ഭയങ്ങളെ നീക്കി ധൈര്യം തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം ഉളവാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ദൈവഹിതത്തിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കൂട്ടായ്മ ജീവിതം ഫലപ്രദമാകുവാൻ അങ്ങയുടെ അത്ഭുതകരമായ നടത്തിപ്പ് എപ്പോഴും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.